നമസ്കാരം. വീട്ടമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വിഷുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിഷുക്കട്ട എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിലാണ് അത് സാധാരണയായിട്ട് ഉണ്ടാക്കി കണ്ടുവരാറുള്ളത്. വിഷു ദിവസം രാവിലെ പ്രാതലായിട്ട് കഴിക്കുന്ന ഒരു വിഭവമാണ് ഇത്. മാങ്ങക്കറിയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ അരി, ഇത് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഉപയോഗിച്ചും ചെയ്യാം. 2 കപ്പ് ഉണക്കലരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ. അത് 1-ാം പാലും 2-ാം പാലും വേണം. ഞാനിവിടെ രണ്ട് തേങ്ങയും ഒരു അരമുറി തേങ്ങയും കൂടി അത്രയും തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള 1-ാം പാലും 2-ാം പാലും. ഈ 2-ാം പാലിൽ കിടന്നിട്ട് വേണം ഈ അരി വേവാനായിട്ട്. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്പം ഉപ്പ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകം 1 ടീസ്പൂണ്. ജീരകവും വെളുത്തുള്ളിയും കൂടി നമ്മൾ അരച്ചെടുക്കണം. നെയ്യ്. ഇതുണ്ടാക്കാൻ ചൂട് കട്ടിയുള്ളൊരു പാത്രം വേണം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഉരുളി അടുപ്പത്ത് വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലരി ചേർത്ത് ഇളക്കാം. ഇത് നല്ലോണം ഈ പാലൊക്കെ വറ്റി വെന്ത് കുറുകി വരണം. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തുടരെ ഇളക്കി വേവിക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഇളക്കാവൂ. ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ജീരകം അരച്ചത് 1-ാം പാലിൽ ചേർത്ത് കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അരി ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1-ാം പാലിൽ കിടന്നത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു പാത്രം എടുത്ത് അതിൽ വാഴയില വെച്ച് നെയ്യ് പുരട്ടിയെടുക്കാം. വാഴയിലയിൽ ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടായിരിക്കും. ഇല ഇല്ലാത്തവർ പാത്രത്തിൽ തന്നെ നെയ്യ് പുരട്ടിയാൽ മതി. അപ്പം നമ്മുടെ അരി ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം.
ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് പകർത്താം. ഇതുപോലെ ഒരു കഷ്ണം ഇലയിൽ അല്പം നെയ്യ് പറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇത് 1 മണിക്കൂർ തണുക്കാൻ വെക്കണം. നമുക്ക് മുറിച്ചത് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാങ്ങാക്കറി കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഇതിന് മാങ്ങാക്കറി ഉണ്ടാക്കിയതിൻ്റെ ഒരു ലിങ്ക് ചുവടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണണം. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും 1000 വിഷു ആശംസകൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.